ഞാനിപ്പോൾ ഉള്ളത് ഗുണ്ടൽപേട്ടിലാണ്. ഇവിടെ ഫുള്ള് ചെറിയ ഉള്ളി കൃഷി ചെയ്തിട്ട് ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുകയാണ്. അവിടെ തൂക്കി വിൽക്കുന്നൊക്കെ ഉണ്ട്. ആ കാണുന്നത് ബീട്രൂട്ടാണ് കേട്ടോ കൃഷി ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടോ, ഇത് ഫുള്ള് ബീട്രൂട്ടാണ്. ഞാൻ ഫസ്റ്റ് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എന്താ സംഭവം എന്ന്. പിന്നെ അവരോട് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് ബീട്രൂട്ടാണെന്നൊക്കെ. ഇത് കണ്ടോ, അടിയിൽ ബീട്രൂട്ടൊക്കെ ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വെജിറ്റബിൾ ആണ് കേട്ടോ ബീട്രൂട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് ഫ്രഷ് ആയിട്ട് വാങ്ങും ചെയ്യാം. അവരിതവിടെ തൂക്കി നോക്കുന്നുണ്ട്, ചാക്കിലാക്കിയിട്ട് തൂക്കി നോക്കുന്നുണ്ട്. ചെറിയ ഉള്ളിയാണ് ചാക്കിലാക്കിയിട്ട് തൂക്കി നോക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തൊക്കെ കാണാൻ. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് കുറച്ച് നേരം അതൊക്കെ കണ്ടു. അവരായിട്ട് സംസാരിക്കാനൊന്നും അങ്ങനെ പറ്റിയിട്ടില്ല. ചെറുതായിട്ട് നമ്മളെ രീതിയിലൊക്കെ സംസാരിച്ചു. എനിക്ക് കന്നഡ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും കുറച്ചൊക്കെ പറയാൻ അറിയുള്ളൂ. അങ്ങനെ വല്ലാതായിട്ട് പറയാനൊന്നും അറിയില്ല. പക്ഷേ ഓരോ സ്ഥലത്തും വെവ്വേറെ സ്ലാങ് ആയിരിക്കും. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ഇതൊക്കെ ഉണ്ട്. നമ്മൾ ഈ വഴിയിൽ വരുമ്പോൾ തന്നെ കുറേ പേര് റോഡിൻ്റെ സൈഡിലൊക്കെ ഇരുന്നിട്ട് ഇതുപോലെ ചെറിയ ഉള്ളി വിൽക്കുന്നത് കാണാം. പിന്നെ ബാക്കി വെജിറ്റബിൾസും ഒക്കെ വിൽക്കുന്നത് കാണാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. ഇവിടുന്ന് തന്നെയാണ് എല്ലാ സ്ഥലത്തിലേക്കും നമ്മളെ കേരളത്തിലേക്ക് കയറ്റി അയക്കുന്നത്. പിന്നെ ഇത് ഓണത്തിൻ്റെ സീസൺ ആയതുകൊണ്ട് ഫുൾ ചെണ്ടുമല്ലിയൊക്കെ നല്ല പൂവായിട്ട് നിൽക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഗ്രാമങ്ങളൊക്കെ കാണാൻ അടിപൊളിയാണ്. എന്തോ ഒരു പ്രത്യേക ഒരു ഫീല് ഇവിടേക്ക് വരുമ്പോഴും ഇവിടുത്തെ ഇതിലൂടെ നടക്കുമ്പോഴൊക്കെ ഒരു ഗ്രാമീണ ടച്ച്. ഇപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ ഗുണ്ടൽപേട്ടിൽ പോയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ഗ്രാമങ്ങളുണ്ട്. അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നല്ല നല്ല സ്ഥലങ്ങളുണ്ട്. നമ്മൾ മെയിൻ റോഡിലല്ല, കുറച്ച് ഉള്ളിലേക്ക് പോയിട്ട് ഇങ്ങനെ പോകുമ്പോൾ നല്ല കാണാനും നല്ല നല്ല ഗ്രാമങ്ങളാണ്. ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന സമയത്തുള്ള ആ ഒരു കാലഘട്ടമാണ് ഓർമ്മ വരുന്നത്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിയിൽ, അതായത് മെയിൻ ഹൈവേയിൽ തന്നെ ഒരു സ്ഥലം കണ്ടു. ജസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കാമല്ലോ വെച്ചിട്ട് മെയിൻ റോഡിൽ തന്നെ ജസ്റ്റ് 2 സ്റ്റെപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എത്തി. അങ്ങനെ ഞാൻ രണ്ടുപേരും നടന്ന് ഇങ്ങനെ പോയി നോക്കുമ്പോൾ ഒരു ഉള്ളിലെത്തിയപ്പോൾ ഒരു അടിപൊളി സ്ഥലം. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് പോകുന്ന വഴിയിൽ തന്നെ ഇവിടെ ആരും കാണാത്തപ്പോൾ, ഇത്രയും മെയിൻ റോഡായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ആരും അധികം ആൾക്കാർ കണ്ടില്ല. അപ്പോൾ വരാത്തപ്പോൾ ഇതെന്തപ്പോൾ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ഇതെനിക്ക് തോന്നി. പിന്നെ ഇങ്ങനെ ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടന്ന അവശിഷ്ടങ്ങളൊക്കെ ഉള്ളൊരു കെട്ടിടം. അപ്പോൾ തന്നെ എനിക്ക് എന്തോ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അതിൻ്റെ ഉള്ളിലേക്ക് പോകാം. പെട്ടെന്ന് തന്നെ അവിടെ എത്തി ജസ്റ്റ് നോക്കി, അപ്പോൾ തന്നെ തിരിച്ച് വന്നു. രണ്ടാൾക്കും അത് അത്ര പന്തിയല്ലാതെ തോന്നി. അങ്ങനെ ഞങ്ങൾ മെയിൻ റോഡിലത്തെ അപ്പുറത്തൊരു ചായക്കട ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചോദിച്ചു നോക്കി ഇതെന്താ സംഭവം എന്ന്. അപ്പോൾ അവിടുത്തെ ഒരു താത്ത പറഞ്ഞു അതെന്തോ ചുടലക്കാടാണ്, അതുകൊണ്ട് ആൾക്കാരൊക്കെ പോകാറുണ്ട്, എല്ലാവരും ഇത് വരുന്ന അറിയാത്തവരൊക്കെ എല്ലാവരും പോകാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾ മനസ്സിലായത്. ഇപ്പോൾ ഈ വീഡിയോയിലുള്ള സ്ഥലങ്ങളൊക്കെ ബന്ദിപ്പൂരുള്ള സ്ഥലങ്ങളാണ്. ആ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ അടിപൊളിയായിട്ട് ഈ സൂര്യകാന്തി പാടങ്ങളൊക്കെ ഉള്ളത്. നല്ല ഭംഗിയാണ് കാണാൻ. ഈ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ പ്ലേസാണത്. കാരണം അധികം ആൾക്കാരില്ല. അപ്പം നമുക്ക് എവിടെ വേണമെങ്കിലും നിന്നിട്ട് എടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.